ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കടൽക്കൂട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാനതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 സവാള അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അതേ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി നല്ല പഴുത്തിട്ടുള്ളതാണ്, അതും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം, ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ. പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തത്. നിങ്ങളിടുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പുളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ചൂടാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് വീണ്ടും ആ ചട്ടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വെള്ളം അതിലേക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് മസാലയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത ഒരു മിക്സർ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയും വെള്ളം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അതും ഞാൻ ഏകദേശം ഒരു 1/2 മുതൽ 1/4 കപ്പ് വരെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറച്ച് വെള്ളം അടിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കറിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാനായിട്ട്. നമ്മളിതിലേക്ക് പലതരത്തിലുള്ള മീനുകളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു 3 ഞണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെമ്മീനാണ്. ചെമ്മീൻ സാധാരണ ഈ കടൽക്കൂട്ടിൽ ഇടുമ്പോൾ മുഴുവനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 തരത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ചെമ്മീൻ. കുറച്ച് അതിൻ്റെ ഷെല്ല് അവിടെ തന്നെ വെച്ചിട്ടും ബാക്കി കുറച്ച് ഞാൻ ഷെല്ല് കളഞ്ഞിട്ടും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കടൽക്കൂട്ട് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ മുഴുവനായിട്ടുള്ള ചെമ്മീനാണല്ലോ കാണാറ്. അതുകൊണ്ടാണ് കുറച്ച് ഷെല്ല് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തത്. ഇപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാമൊക്കെ ചെമ്മീൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ 2 മീൻ വെന്തതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള മീനുകൾ ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇപ്പോൾ കല്ലുമ്മക്കായ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കല്ലുമ്മക്കായ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് 1/4 ഭാഗം വെന്ത് വരുമ്പോൾ വേണം നമുക്കിനി ബാക്കിയുള്ള ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഒന്ന് വെന്ത് വരട്ടെ. ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് ഇളക്കിയാലും പൊടിഞ്ഞു പോകാത്ത മീനായതുകൊണ്ടാണ് ഞാൻ അത് കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ആ കറിയൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട, ഇതുപോലെ ഒന്ന് 1/4 ഭാഗം കവർ ചെയ്തതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ അതേ നല്ലപോലെ തിളച്ച് മീനൊക്കെ ഒന്ന് 1/4 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് കിങ് ഫിഷ് ഇട്ട് കൊടുക്കാൻ. കിങ് ഫിഷ് അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, അയക്കോറ എന്നൊക്കെ പറയും. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഈ മീൻ പെട്ടെന്ന് വെന്ത് പോകുന്നത് കൊണ്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഏകദേശം ഒരു 150 ഗ്രാമൊക്കെ മീൻ ഉണ്ടായിരിക്കുള്ളൂ. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും കറി ഒന്ന് ആക്കി കൊടുക്കണം. ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നേരത്തെ പോലെ തന്നെ മുഴുവനായിട്ട് കവർ ചെയ്യേണ്ട, 1/4 ഭാഗം ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ 4-5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. നമുക്ക് അതിനുശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ അതേ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്ന് കറിയൊക്കെ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ആ മീനൊക്കെ ആ കറി തന്നെ കിടന്ന് വെന്ത് വന്ന കാരണം ചെമ്മീൻ്റെയും ഞണ്ടിൻ്റെയും അതുപോലെ കിങ് ഫിഷിൻ്റെ എല്ലാ ഫ്ലേവറും ആ ഒരു കറിയിലുണ്ടായിരിക്കും. അപ്പോൾ ഇത്ര ആയാൽ മതി. ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിനി കുറച്ച് സമയം അടച്ചു വെച്ച് കൊടുക്കാം. ഇരിക്കും തോറും കറി നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.